നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മേജർ രവിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ഒരുപാട് പട്ടാള കഥകൾ മലയാളിക്ക് ചൊല്ലിക്കൊടുത്ത, അതോടൊപ്പം ഒട്ടേറെ വിവാദങ്ങളും മലയാളിക്ക് നൽകിയ മേജർ രവിയുടെ ജീവിത വഴിത്താരയിലൂടെയുള്ള യാത്ര ഈ എപ്പിസോഡിലും തുടരുകയാണ്. പാട്ടിനോട് താങ്കൾക്ക് ഒരു പ്രത്യേക കമ്പമുണ്ട്. നോക്കട്ടെ, ആരോ വരുന്നത്. ഒരുപാട് നാളെ നമ്മൾ നേരിട്ട് കണ്ടിട്ട്, എന്തായാലും എൻ്റെ ഗുരുവാണ് ബ്രിട്ടാസ്. ബ്രിട്ടാസിൻ്റെ JB ജംഗ്ഷനിലൂടെ നമുക്ക് ഒരു ചെറിയൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. മേജർ രവി എന്ന് പറഞ്ഞ വ്യക്തിയുടെ എല്ലാ സിനിമകളിലും ഞാൻ പാടിയിട്ടുണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോങ് എന്ന് പറയുന്നത് മുകിലേ മുകിലേ എന്നുള്ള പാട്ടാണ്. വിഷുക്കാലത്ത് എപ്പോഴും ഏത് ചാനൽ നോക്കിക്കഴിഞ്ഞാലും ആ പാട്ട് കേൾക്കാറുണ്ട്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മുകിലേ മുകിലേ എന്നുള്ള പാട്ടും അതുപോലെ തന്നെ കർമ്മയോധയിൽ എനിക്ക് സംഗീത സംവിധാനം ചെയ്യാനുള്ള അവസരം തന്നു. അപ്പം ഞാനിവിടെ എല്ലാം ഞാൻ കണ്ടത് ഒരു മേജർ രവിയെ, ഒരു പട്ടാളക്കാരനെയല്ല ഞാൻ കണ്ടത്, മറിച്ച് സംഗീതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ നമ്മൾ എടുക്കാൻ പോകുന്ന എന്താണ് ഷോട്ട് എന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് ഇന്ന ടൈപ്പിലുള്ള മ്യൂസിക് ഇട്ടാൽ നന്നായിരിക്കും എന്ന് പറയുക. എന്നിട്ട് അതിന് ഒരുപാട് എക്സാമ്പിൾസ് ആയിട്ടുള്ള മ്യൂസിക് കളക്ട് ചെയ്തിട്ട് ഒരുപാട് CDs കളക്ട് ചെയ്തിട്ട് അത് കേൾപ്പിക്കുക. അപ്പോൾ എല്ലാം എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്, താങ്കളൊരു പട്ടാളക്കാരനാണോ എന്നെനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മറിച്ച് ഒരു വലിയൊരു ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ചോ അല്ലെങ്കിൽ സംഗീതത്തിൽ അത്രയും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ രഹസ്യം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് നിങ്ങളുടെ ഗുരു? വേറെ നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടെന്നാ പറയണം. അപ്പൊ നിങ്ങൾ നേരത്തെ തെറ്റിദ്ധരിപ്പിക്കണം ചുമ്മാ. പക്ഷെ എനിക്ക് ഒന്നുണ്ട്, ഒരാളും കൂടി വരണം എന്ന് പറയണം. ഇപ്പൊ ശ്രീകുട്ടനെ കണ്ടപ്പോ വേറെ ആൾക്കൊരു ആവേശം. നോക്കട്ടെ ആരാണ്. ഹായ് സർ, നമസ്കാരം. വളരെ സന്തോഷമുണ്ട് അങ്ങുമായി ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ പറ്റിയതിൽ. ഞാൻ വളരെ ബഹുമാനിക്കുന്ന, മനസ്സിൽ വളരെ കടപ്പാടുള്ള ഒരു വ്യക്തിത്വമാണ് അങ്ങ്. എൻ്റെ വലിയ സ്വപ്നമായ സിനിമ എന്നത് സാക്ഷാത്കരിച്ചത് അങ്ങാണ്. മിഷൻ 90 ഡേയ്സിലാണ് എനിക്ക് ഒരു അവസരം അങ്ങ് തന്നത്. ആ ഒരു കാലത്ത് ശരിക്കും വലിയൊരു കടമ്പയാണ് സിനിമയിലേക്ക് വരിക എന്നുള്ളത്. ആ ഒരു അവസരം, ആ ഒരു ധൈര്യം സാറ് കാണിച്ചു. എന്നെ ഒരു പുതിയൊരു ബിഗിനർ എന്ന നിലയ്ക്ക് ഒരു അവസരം എനിക്ക് തന്നു. പിന്നെ എനിക്കറിയാം സാറിൻ്റെ പല അനുഭവങ്ങളാണ് സാറിൻ്റെ ചിത്രങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, സാറിന് സിനിമയാക്കാത്ത എന്തെങ്കിലും പുതുമയേറിയ ഒരു ഓപ്പറേഷൻ സാറിൻ്റെ മനസ്സുകൊണ്ടോ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ട് ഗായകരാണ്. ഒന്ന് നമ്മുടെ പരിചയസമ്പന്നനായിട്ടുള്ള നമ്മുടെ ശ്രീകുട്ടൻ. ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുരു ഞാനാണെന്ന്. അദ്ദേഹത്തിന്റെ പല സ്വഭാവങ്ങളും എനിക്കില്ല എന്നുള്ള കാര്യം മേജർ ചിരിച്ചത്. എനിക്ക് ശ്രീകുട്ടനെ അറിയാവുന്നുണ്ട്. എനിക്ക് ശ്രീകുട്ടനെ അറിയാവുന്ന, പിന്നെ പല സ്വഭാവങ്ങളും ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ചോദിച്ചപ്പോ obviously you got to laugh at it. കാരണം അത് നമ്മൾ പബ്ലിക്കിൽ പറയണ്ട, അത് നമുക്ക് പേഴ്സണലായിട്ട് വെച്ചാൽ മതി. അടുത്ത കുഴപ്പം ശ്രീകുട്ടൻ പറഞ്ഞിട്ടുള്ളത് അത് സംഭവിച്ചു. അത് ഞാൻ പറയുന്നു. ചിലപ്പോൾ ബ്രിട്ടാസിന് സ്വഭാവം മുഴുവൻ കാണില്ലായിരിക്കും. ശ്രീകുട്ടൻ്റെ എല്ലാ സ്വഭാവങ്ങളും നല്ല സ്വഭാവം. അതാണ് ഞാൻ നല്ല സ്വഭാവങ്ങളൊന്നും എനിക്ക് ഇല്ലാതെ പോയി, എന്ത് ചെയ്യാൻ പറ്റും? ശ്രീകുട്ടൻ എന്റെ ഫസ്റ്റ് പടം തൊട്ടിട്ട് അതിൽ ഏറ്റവും അധികം എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് വേറെ മുകിലേ മുകിലേ എന്നുള്ള പാട്ടിനേക്കാൾ കൂടുതൽ ശ്രീകുട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മുകിലയാണ്. പക്ഷെ എനിക്ക് ഒരു യാത്രാമൊഴിയോടെ എന്നുള്ള ആ ഒരു പാട്ടുണ്ട് കീർത്തിചക്രയിലത്തെ. ഞാൻ അങ്ങനെ പാടില്ല, ഞാൻ ഒരു വരി പാടിക്കളെ. ശ്രീകുട്ടൻ എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നെക്കിയ പാടാം. മൈക്കട കിടക്കുന്നു. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീണ്ടും. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ശ്രീകുട്ടന്റെ പണി പോയി. കാരണം ഗിരീഷ് മരിച്ചിട്ട് ഞാൻ ഏറ്റവും അധികം എന്നെ കരയിപ്പിച്ച്, എറണാകുളം മുതൽക്ക് വണ്ടി അവിടെ കാലിക്കറ്റ് എത്തുന്നവരേക്ക് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം, കാറിൽ കയറിയിട്ട് ഓൺ ചെയ്തു. ഞാൻ വേറെ ഡ്രൈവറായിരുന്നു ഓടിച്ചിരുന്നത്.
ഓൺ ചെയ്തപ്പോൾ ഫസ്റ്റ് പാട്ട് വന്നത് ഇതായിരുന്നു, സൂര്യകിരീടം വീണുടഞ്ഞു. കാരണം ശരിക്കും ഒരു സൂര്യകിരീടമാണ് അന്ന് വീണുടഞ്ഞ് കാലിക്കറ്റ് ടൗൺ ഹാളിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അത്രയും ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പേഴ്സണലായിട്ട്. പാട്ടുകളോട് വലിയ മമതയാണ്. ബിക്കോസ് എൻ്റെ മറ്റേ കീർത്തിചക്രയിലത്തെ ഖുദാസെ മന്നത്തെ എന്നുള്ള പാട്ട് എൻ്റെ മനസ്സിനകത്ത് ആ വരികളുണ്ട്. ഏ അല്ല ഏ മേരാ ഖ്വായിഷ്, ഇങ്ങനെയൊക്കെയായിരുന്നു ഞാനതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നത്. ഏ അല്ല ഏ മേരി ഖ്വായിഷ്, वो जो कश्मीर मैंने जो बचपन में देखा था उसको तो मेरा इस छोटे बच्चे को दिखा दे. ഇതായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്ത വരികൾ. അപ്പം പ്രിയേട്ടൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് വന്ന 2 വ്യക്തികളാണ് ഈ സജത് ആൻഡ് ഫറാദ് എന്നത്. യുവമാർ എൻ്റെ പുറകെ നടക്കണം, പ്രിയേട്ടൻ്റെ അടുത്ത് കഥ പറയണം. അപ്പൊ പ്രിയേട്ടൻ കഥ കേട്ടു. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ഹോൾലൈനിലായിരുന്നു. അപ്പൊ പ്രിയേട്ടൻ കഥ കേട്ടപ്പം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രിയേട്ടൻ എന്നെ ഇങ്ങനെ നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരുടെ അടുത്ത് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ശരിയാവണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സജത് ഐസ കണ്ണ ഇത് ആ 1 ലൈൻ എഴുതിയിട്ട് കൊടുക്ക്, നമുക്ക് പോകാന്ന് പറഞ്ഞു. ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ലിഫ്റ്റിന്റെ അവിടെ ഓടിച്ചെന്ന്, സജത് എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യുക, എനിക്കൊരു പാട്ട് വേണം ഹിന്ദി, അതിന്റെ വരികൾ എഴുതി തരുമെന്ന് വെച്ചു. അവന്റെ സിറ്റുവേഷൻ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് എഴുതുന്ന വ്യക്തി, ആ കംപ്ലീറ്റ് കിഷോറിയുടെ ക്യാരക്ടർ മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഇവർ പോയിട്ട് 11 മണിക്ക് എനിക്ക് കോൾ ചെയ്യണം. അപ്പൊ പ്രിയേട്ടനകത്ത് കിടന്നുറങ്ങുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ഡ്രോയിങ് റൂമിലേക്ക് വന്ന് യുവമാർ വന്നിരിക്കുന്നു ഹോട്ടലിന്റെ താഴത്ത് പാട്ടുമായിട്ട്. മുകളിൽ വന്നിട്ട് അവിടെ ഒരു ബാറുണ്ട് ആ റൂമിനകത്ത്. ആ ബാറിന്റെ മുകളിൽ ഞാൻ വാതിലടച്ച് പ്രിയേട്ടൻ കിടന്നുറങ്ങണം. അവിടെ കൊട്ടി പാടിപ്പിച്ച പാട്ടാണ് ഖുദാസേ മന്നത്ത് ഹേ മേരി. നിങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വന്നു? നിങ്ങൾ കമാൻഡോ, പട്ടാളക്കാരൻ, സാധാരണ പട്ടാളക്കാരൻ, അച്ഛന്റെ അടിമേടിച്ച ആള്, ട്രൗസർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മുണ്ടുകൊടുക്കുന്ന ആള്, 9-10 തോറ്റു, സിനിമ, ഏതെല്ലാം രൂപത്തിൽ ഇബിലീസ് പല കോലത്തിലും വരുന്നു പറഞ്ഞു. നിങ്ങൾ ഏതെല്ലാം കോലത്തിൽ, ഇതാ വേറെ പോലെ ഞാൻ കാണിച്ചത്. സ്വന്തം സ്വഭാവം തന്നെയാണോ കാണിച്ചത് മേജറെ? അല്ല, അത് മനുഷ്യ സഹജമായിട്ടുള്ള. ഇപ്പൊ പോലീസുകാര് പലപ്പോഴും നമ്മൾ കുറ്റം പറയും, പക്ഷെ ചില സിറ്റുവേഷൻ അങ്ങനെ ആയി പോകുന്നതാണ്. അതാണ് പല പോലീസുകാർക്കും ഈ പടം കണ്ട് പല ഐപിഎസുകാർ എന്നെ വിളിച്ചിരുന്നത്. ആ വികാരം കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ്. നമുക്ക് പ്രീച്ച് ചെയ്യാം, പക്ഷെ ചില സിറ്റുവേഷൻ ആ പ്രീച്ചിങ് കൈവിട്ട് പോവുകയാണ്. അതാണ് ഉണ്ടായിരുന്നത്. 3-ാം പറ ഇടയ്ക്ക് വേണ്ടി വരും. അത് ഇല്ലാതെ നമ്മള് ഇപ്പൊ ഒരുത്തൻ കൊലപാതകവും റേപ്പൊക്കെ ചെയ്തിട്ടുള്ളവനെ വെച്ചിട്ട് സാറേ എനിക്ക് ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അവൻ തൊണ്ടിയോടെ വെച്ചിരിക്കുന്നു പറയോ? അപ്പൊ അതിന് നിങ്ങൾ വല്ലതും കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ ഹ്യൂമൻ റൈറ്റ്സും മറ്റതും കൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? പോലീസുകാർക്ക് ചില രീതിയിൽ താങ്കൾക്ക് വഴങ്ങുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് പണ്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നതാണ്. മേഘം വെട്ടം എന്നൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി വന്നു. അന്ന് എനിക്ക് ആരും ചാൻസ് തന്നിട്ടില്ല. ഇപ്പം ആൾക്കാർ വിളിച്ചിട്ട് എനിക്ക് ചാൻസ് തരുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലറ കാശും കിട്ടുന്നുണ്ട്. മറ്റേത് അഭിനയിക്കാൻ എവിടെ തൊട്ടാലും അവിടെ നിന്നൊക്കെ പൈസ വരുന്നുണ്ട്. ഇല്ല, പൈസ നമുക്കൊന്നും ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടാസ്, ഞാൻ പെട്ടെന്ന് വരുന്ന സമയത്ത് 4000 രൂപയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളല്ലേ. പെൻഷൻ ഇല്ലേ മേജറെ? ഇപ്പൊ പെൻഷൻ ഉണ്ട്. അന്ന് എനിക്ക് പെൻഷൻ 4000 രൂപ ഉണ്ടായിരുന്നു പെൻഷൻ. ഇപ്പൊ നല്ല പെൻഷൻ ആയില്ലേ? ഇപ്പൊ ആയിട്ടുണ്ട്. ഇപ്പൊ ഇറ്റ് ഇസ് 4th പേ കമ്മീഷനും 7th പേ കമ്മീഷനും ഇതൊക്കെ വരുന്ന സമയത്ത് തന്നെ it will cross about 70,000 rupees. സോ അത് നമ്മൾ ചെയ്ത സർവീസിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബെൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എനിബഡി. കാരണം ഞാൻ എനിക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട സിനിമകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് എനിക്ക് എന്റേതായിട്ടുള്ള നല്ല കുറച്ച് പ്രൊഡ്യൂസേഴ്സ്. മേജർ രവി എന്ന നമുക്കൊക്കെ അറിയുന്ന സംവിധായകനെ, പക്ഷെ ഞാൻ ആദ്യം അറിയുന്ന സംവിധായകനായിട്ടല്ല, ഒരു അഭിനേതാവാണ്. നമുക്ക് പലർക്കും അറിയില്ല. രാക്ലി പാട്ട് എന്ന് പറഞ്ഞ പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത സിനിമയിൽ മുഴുവൻ സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണ്. അതിൽ ഒരേ ഒരു പുരുഷ കഥാപാത്രം മേജർ സാറായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആസ് എൻ ആക്ടറാണ് എനിക്ക് പുള്ളിക്കാരനെ അറിയാമെന്നുള്ളത്. അപ്പോൾ ഈ സിനിമയിലെ മേജറിനെ, എൻ്റെ കരികുന്ന സക്സസിലെ മേജർ സാറിനെ വിളിക്കുമ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിച്ചതെന്ന് പറയുന്നത് അദ്ദേഹം ഡയറക്ടറോ സ്ക്രിപ്റ്റ് അതൊന്നുമല്ല, എനിക്കറിയാവുന്ന മുമ്പുള്ള ആർട്ടിസ്റ്റിനെയാണ്. ഡയറക്ടറായി ഡയറക്ഷനിലേക്ക് വന്നു, വളരെ നല്ല കാര്യം. എത്രമാത്രം ആക്ടിങ് മേജർ സാർ സീരിയസ് ആയിട്ട് എടുക്കും? അതാണ് എൻ്റെ ചോദ്യം. അത് ഇതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്ന സമയത്ത് ആക്ടിങ് സീരിയസ്, ഇനിയിപ്പോൾ സീരിയസ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് ഐ എൻജോയ് ഇറ്റ്. അത് എസ്പെഷ്യലി ഒരാൾ എൻ്റെ മുകളിൽ ഇപ്പം എവറിഡ് ഷൈൻ ആണെങ്കിലും ശരി, സാറ് കമ്മീഷണറാണ്, യു ഡു വാട്ട്സ് യു ഫീൽ ലൈക്ക്, ഇതാണ് സിറ്റുവേഷൻ.
എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി ഈസി ഫോർ മീ. നമുക്ക് അതിന്റെ ഫീൽ അറിയാം. നമുക്കറിയാം. പ്ലസ് എവറി ഡെറ്റ് ഗിവൻ മീ ദാറ്റ് ഫ്രീഡം. ആ, ദീപുവിന്റെ പടത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഡയലോഗുകൾ ഉണ്ടായിരുന്നു. അപ്പം അതൊരു പ്രാവശ്യം വായിച്ചപ്പം ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ദിസ് വാട്ട് ഇറ്റ് ഇസ്. വൺ ടേക്കിനകത്ത് ഒരു 3 മിനിറ്റിന്റെ സീനാണത്. ഇറ്റ് വാസ് ഓൾ വെന്റ് ഓഫ് വെൽ. സോ ഐ എൻജോയ്ഡ് ഇറ്റ്. പക്ഷെ ഇനിയും എന്നെ ഈ കമ്മീഷണറുടെ യൂണിഫോം എടുത്തിട്ട് ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഒന്ന് വീട്ടിൽ തെച്ചങ്ങ് വെച്ചാൽ മതിയോ എന്നുള്ളത്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് സ്റ്റീരിയോടൈപ്പ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഞാനും താങ്കളോട് പറഞ്ഞത്. ഇനി മേജർ രവി ഒന്ന് മാറ്റിപ്പിടിക്കണമെന്ന് പറയുന്നത് പട്ടാളം വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ടല്ല. താങ്കളുടെ അടുത്ത് ഒരുപക്ഷെ താങ്കൾ നല്ലൊരു സഹൃദയനാണ്, ഗാനം ആസ്വദിക്കുന്ന ആളാണ്, മനുഷ്യനെ നിരീക്ഷിക്കുന്ന ആളാണ്, മനുഷ്യന്റെ വേദനകൾ ഉൾക്കൊള്ളുന്ന ആളാണ്. മറ്റു ഒരുപാട് നല്ല കഥകൾ പറയാനുള്ള ഒരു മനസ്സ് താങ്കൾക്കുണ്ട്. ഉണ്ട് ബിട്ടാസ്. ഐ ആം റൈറ്റിംഗ് 2 സ്റ്റോറീസ് നൗ. ഒന്ന് ഇതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ ഫുൾ മ്യൂസിക്കൽ ബൊനാൻസ. ഒരു 5 പാട്ടുകളുള്ള ഒരു ലവ് സ്റ്റോറി. പക്ഷെ എൻഡിൽ ഞാൻ എല്ലാവരെയും ഇരുത്തി കരയിപ്പിക്കും. നിങ്ങൾ പിക്കറ്റ് 43-കകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. ലാസ്റ്റിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് മുഷറഫ് മരിച്ചു എന്ന് അവർ വയർലെസ്സിൽ പറയുന്ന സമയത്ത് തിയേറ്ററിനകത്ത് ഷോ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നടങ്കം സ്ത്രീകളടക്കം ഷോ. കാരണം അയ്യോ ആ മുഷറഫ് മരിച്ചല്ലോ എന്ന്. ആരാണ് ഈ മുഷറഫ്? ഒരു പാകിസ്ഥാനിയാണ്. മേജർ, നിങ്ങളുടെ ആ സിനിമയുടെ വിജയം, ഞാൻ ആ സിനിമ കണ്ട ഒരാളാണ്. ഞാനൊരു പ്രജുഡിസോടെയാണ് ആ സിനിമ കാണാൻ പോയത്, മുൻവിധിയോടെ. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ ആ പടത്തിന് നിങ്ങൾ ആ പാകിസ്ഥാനിയെ കൊല്ലുകയും അവനെതിരെ ഒരു മുദ്രാവാക്യം വിളിപ്പിക്കുന്ന രീതിയിലേക്ക് ആ സിനിമ മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടാവില്ലായിരുന്നു. അതെ. അപ്പൊ നിങ്ങളൊരു എന്താ പറയണ്ടേ, ഒരു സിനിമയെ മാത്രമല്ല മനുഷ്യ ജീവിതങ്ങളെയും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് ആ സിനിമയിൽ നിന്ന് മനസ്സിലായി. ബ്രിട്ടാസ്, ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇനിയും വരുന്ന എൻ്റെ സിനിമയിലും ഈ പ്രമേയം ശക്തമായിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഈ വിദ്വേഷം എന്തുകൊണ്ടത് മാറ്റിയെടുത്തൂടാ എന്നുള്ളൊരു ചിന്താഗതിക്കാണ്. മാറ്റാൻ പറ്റും, മാറ്റാൻ പറ്റും. നിങ്ങളുടെ സ്വഭാവത്തില് ഒരു പക്ഷേ ആൾക്കാരുമായിട്ട് കോർക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾ എവിടെയോ വന്ന് DNA വന്ന് എന്റെ കോർക്കലൊന്നും ഞാനായിട്ട് ഒരു കോർക്കലും അറിയാതെ ഉണ്ടാവുകയാണ്. ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അതിനെ പിന്തിരിയാറുമില്ല, ഫൈറ്റ് ചെയ്യും. ഒന്നാമത്തെ കീർത്തിചക്ര എന്ന സിനിമയ്ക്ക് ശേഷം നിങ്ങൾ കാണുന്ന മേജർ രവി അല്ലായിരുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന രവി. മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കീർത്തിചക്രയ്ക്ക് ശേഷം ഐ റിയലൈസ് ദാറ്റ് എന്നെ നോക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാൽ that will indirectly affect me. നിങ്ങളെ കുറിച്ച് വീണ്ടും ഒരു ഗോസിപ്പ് ഉണ്ടായി. ഗോസിപ്പോ എന്തൊക്കെയോ നിങ്ങൾ ഉണ്ണി മൂന്നിലും ചേർന്നിട്ട് എന്താ അടി പിടിയോ? അത് വളരെ സന്തോഷകരമായിട്ട് ഏറ്റെടുത്തു. എന്നെ ആരൊക്കെ ചവിട്ടി കൂട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വളരെ അധികം ആൾക്കാർ എൻജോയ് ചെയ്തു. Do you think that somebody can touch me like that? എനിക്കറിയില്ല. ഇതിനകത്ത് ആരോടും ചോദിച്ചില്ല. ഇതിനകത്ത് ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതോ സലാം കാശ്മീർ എന്നുള്ള ജോഷിയുടെ സെറ്റിൽ നിങ്ങൾ ഉണ്ണിയെ പരിഹസിക്കുകയോ കളിയാക്കിയോ? ഞാൻ ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ഈ അവസരം തരുന്നതിന് അറിയോ? ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ട്. നിലപാട് വ്യക്തമാക്കാൻ. ഒന്നാമത്തത്, മേജർ രവി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരുത്തനെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ കളിയാക്കാറില്ല. എത്രയും എൻ്റെ സെറ്റിൽ കോമഡി കളിക്കുന്ന സമയത്ത് ഞാനൊക്കെ അവിടെ നിന്ന് ചിരിച്ച് അങ്ങ് സൈഡിൽ പോകും. എൻ്റെ സൈഡിൽ നിന്ന് ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് കോമഡി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പറയാറില്ല. എനിക്ക് ആ കോമഡി അറിയൂല. നമ്പർ 1. നമ്പർ 2, ഈ വ്യക്തിയുമായിട്ട് എനിക്കിപ്പോ നിങ്ങളിപ്പോ ഇത് ചോദിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഈവൻ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്, ചോദിച്ചുകൊണ്ട് ഈ വ്യക്തിയുമായിട്ട് മലയാള സിനിമയിൽ ആദ്യത്തെ അഡ്വാൻസ് കൊടുത്തത് ഈ വ്യക്തിക്ക് ഞാനാണ്, ഈ സിനിമയിലോട്ട് വരുത്താൻ വേണ്ടിയിട്ട്. പിന്നീട് എനിക്ക് തോന്നി ആ കഥാപാത്രത്തിനത് ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വൈശാഖ രാജനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പടം ഞങ്ങൾ ഷെൽവ് ചെയ്ത്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ഇവിടെയൊക്കെ തല കാണുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പിന്നെ ഞാൻ കേൾക്കുന്നത്, ഞാൻ എവിടെയോ ഈ വ്യക്തിനെ തെറി വിളിച്ചു, മറ്റത് പറഞ്ഞു, ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതെന്താണ്? അങ്ങനെയാണ് ഈ സലാം കാശ്മീരിനകത്ത് ഞാൻ സൈഡ് വിളിച്ചു കൊണ്ടുപോയിട്ട്, ഞാൻ കണ്ട സമയത്ത് സൈഡിലോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ചോദിച്ചു, താൻ എന്താണ് ഞാൻ എവിടെയോ തെറി വിളിച്ചു എന്ന് പറയുന്നത്? അപ്പം പറഞ്ഞു, നിങ്ങൾ എന്നെ തെറി വിളിച്ചു. അപ്പം വിരൽ ചൂണ്ടി എൻ്റെ അടുത്ത് സംസാരിച്ചു. വിരൽ ചൂണ്ടി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ വിരൽ താത്തിട്ട് സംസാരിക്കും. അത് താത്തിട്ടില്ല. ആ സമയത്ത് നടന്നത് എന്താണെന്നുള്ളത് അവൻ പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും അങ്ങ് വിശ്വസിച്ചാൽ മതി. എന്നെ അങ്ങ് ചവിട്ടി കൂട്ടി മതിയല്ലോ, സമാനമല്ല. അത് എന്ത് നടന്നു എന്നുള്ളത് അവിടുത്തെ 2-3 ആൾക്കാർ മാത്രം കണ്ടു, സുരേഷ് ഗോപിയും കണ്ടു, പിടിച്ചു മാറ്റി അങ്ങ് മാറ്റി. സോ
ഒരാൾക്ക് പറയാം മേജർ രവിക്ക് അടി കിട്ടിയെന്ന് കേൾക്കാൻ സുഖമായിരിക്കും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ വരികൾക്കിടയിലൂടെ ഞാൻ വായിക്കുകയാണെങ്കിൽ അവൻ വിരല് ചൂണ്ടി വിരൽ താത്താൻ പറഞ്ഞു, അവൻ താത്തിയില്ല, നിങ്ങൾ അവനെ ചവിട്ടിക്കൂട്ടി എന്നുള്ളൊരു ഇംപ്രഷനാണ് ഇപ്പൊ നിങ്ങൾ ഞാൻ എന്താണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ ചവിട്ടിയിട്ടില്ല, കൂട്ടിയിട്ടില്ല, ഒന്നുമില്ല. വിരല് ഞാൻ താത്തിടിയിപ്പിച്ചു, അത് ശരി തന്നെയാണ്. അവന്റെ വിരല് താത്തിച്ചുകള് അത് താത്തിടിയിപ്പിച്ചു, അതല്ലേ ഞാൻ പറഞ്ഞു. അതായത് വിരല് താത്തി പലരും വിരല് താത്തിയിടിക്കാൻ വേണ്ടി നിങ്ങൾ വിരല് പിടിച്ച് വളയ്ക്കുകയാണോ ചെയ്ത്, അത് ശരീരം പിടിച്ച് വളയ്ക്കുകയാണോ ചെയ്ത്? അയ്യോ, അത് വലിയ ശക്തിമാനല്ലേ, ഞാൻ എങ്ങനെ ചെയ്യത്? ഞാൻ ഒരിക്കലും ചെയ്യാം. എന്തായാലും ഒരു കയ്യാങ്കളി ഉണ്ടായി അവിടെ. Forget about it. He's enjoying saying that അയാൾ എന്നെ മേജർ രവിയെ തല്ലി എന്നുള്ളത്. ഓക്കെ, മേജർ രവി തല്ലി എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയിൽ കുറെ ആൾക്കാർ ഐക്യദാർഷ്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല സിനിമകളും കൊടുത്തിട്ടുണ്ട് അവന്. അപ്പൊ അതൊന്നും എനിക്ക് മനസ്സിലായി, ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്, അതിൽ നിന്ന് ഈ കുട്ടിക്ക് ഒരു മുതലെടുക്കാൻ സാധിച്ചെങ്കിൽ എന്നെ തല്ലി എന്നുള്ളത് കൊണ്ട് സന്തോഷിക്കുന്ന ആളുകൾ പലരും സിനിമ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻജോയ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന്റെയൊക്കെ പറഞ്ഞപ്പോ ഇതിനകത്തൊരു തമാശയുടെ എലമെന്റ് താങ്കൾ ചേർക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള അസുഖകരമായ കാര്യങ്ങളൊക്കെ മേജറിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു സംവിധായകന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്നത് ഒഴിവാക്കുക എന്നുള്ളതല്ലേ? എക്സാക്ട്ലി, യു ആർ കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. സെയിം തിങ്. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് കീർത്തിചക്രയ്ക്ക് ശേഷം ഞാൻ ഒരിടത്ത് പോയിട്ടും ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു. ഓക്കെ, ഒരു ദിവസം ഒരു 7 വർഷം മുന്നേ ഞാൻ ഏതോ ഒരു പബ്ലിക് ഫംഗ്ഷന്റെ സൈഡിൽ എവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ഇന്ന് ലേഡി ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം താങ്ക്ഫുൾ ടു ഹർ. ബിക്കോസ് ഒരു ലേഡി സാരി കൊടുത്തിട്ടുള്ള ഡീസെന്റ് ആയിട്ട് ഒരു 10-35 വയസ്സായിട്ടുള്ള ലേഡി, ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേഴ്സ് മീ. എൻ്റെ അടുത്തേക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ സിഗരറ്റ് സത്യമായിട്ടും പിറകിലോട്ട് മാറ്റിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാർ അത് മാറ്റൊന്നും വേണ്ട, ഒരു നല്ല വെള്ളയാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചു. അത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലേഡീസിന് മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല. സ്ത്രീകളെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. കാരണം ഞാൻ എപ്പോഴും ഞാൻ എല്ലായിടത്തും പറയുന്നത്, എൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃക, ഒരു സംശയമില്ല. പിന്നെ എന്നും അമ്മയെ ഓർക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ കീർത്തിചക്രയ്ക്ക് ഞാൻ മോഹൻലാലിന് അഡ്വാൻസ് കൊടുത്തതിൻ്റെ 17-ാം ദിവസം അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് ഈ സക്സസ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ പുള്ളിൽ ഞാൻ എന്നും വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവം ഇതൊക്കെ ഇങ്ങനെയുള്ള വേദനകൾ നമുക്ക് തരുന്നത്. അപ്പം എൻ്റെ അമ്മ എന്നും മനസ്സിലുണ്ടായി. അപ്പം ഈ ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്രേ പറഞ്ഞത്, സാർ ഇനി പബ്ലിക്കിൽ നിന്ന് സിഗരറ്റ് വലിക്കരുത് കേട്ടോ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഐ എം സോറി മാം. ഐ എം സോറി. ഇല്ല, സോറി പറയിക്കാനല്ല സാർ, കാരണം സാറിനെ പലപ്പോഴും ഞാൻ ടി വിയിൽ കാണുമ്പോൾ എനിക്കൊരു 7 വയസ്സുകാരൻ മകനുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ പറയും, എന്താ മോനെ നോക്ക്, സാറിനെ പോലെ ആവണം. അത് ഇറ്റ് ഗേവ് മീ എ ഹിറ്റ്. കാരണം നമ്മളറിയാതെ ചില അമ്മമാര് നമ്മളെ പോലെ ആകണം, പക്ഷെ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അത് അമ്മയ്ക്ക് അറിയില്ല. അങ്ങനെ ആയാലും അങ്ങനെ ആയാലും തിരിച്ചു വരാനുള്ള ഒരു വാശി. പക്ഷെ 9ലും 10ലും തോറ്റു കഴിയുമ്പോൾ ആരും തോക്കില്ല. സോ അതല്ല, അങ്ങനെയാണെങ്കിലും ശരി. ഞാൻ പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ തോൽവിയെ കുറിച്ച് പറയുന്നത്, ജീവിതത്തിൽ പരാജയങ്ങൾ പലപ്പോഴും വരും, പക്ഷെ അതിനെ അതിജീവിക്കാനും അതിനെ ഫേസ് ചെയ്യാനും ഉള്ള ശക്തി ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വേണം. അപ്പം താങ്കൾ പറഞ്ഞത് ആ സ്ത്രീയുടെ വാക്കുകൾ താങ്കളെ ഞാൻ വളരെയധികം ഇന്ന് ഇവർ അതിനുശേഷം 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. യു വിൽ നോട്ട് ഫൈൻഡ് മീ സ്മോക്കിംഗ് ഇൻ എനിവെയർ. ഒരുപാട് പ്രകോപനവും പ്രചോദനങ്ങളും പ്രലോഭനങ്ങളും ഉള്ള മേഖലയിലാണ് താങ്കൾ പ്രവർത്തിക്കുന്നത്, അല്ലേ? പ്രകോപനം, പ്രലോഭനം, പ്രചോദനം, ഇതെല്ലാം അവിടെ ഉണ്ട് ഈ സിനിമാ മേഖലയിൽ. യു വിൽ നോട്ട് ഗെറ്റ് മീ ഇൻ ടു ദാറ്റ്. എന്നെ അതിനകത്തോട്ട്, കാരണം ഞാൻ മദ്യപിക്കില്ല. ഇല്ല. മേജർ രവി എന്ന് പറഞ്ഞാൽ ബ്രദർ ബന്ധത്തിലല്ല ഇപ്പൊ കഴിയുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ ഫ്രണ്ട്സുമാരെയാ. മൂപ്പര് പട്ടാളത്തിലാണെങ്കിലും മദ്യപാനം അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് മദ്യപിക്കുന്ന കൂട്ടത്തിലാണെങ്കിലും മൂപ്പര് വീട്ടിൽ ചെന്നിട്ടായാലും അതിന് യാതൊരു മടിയില്ലാതെ എനിക്ക് തുറന്നൊരു ഫ്രണ്ട്സ് വന്നാൽ ചെയ്യുന്നമാതിരി ചെയ്യും. എനിക്കറിയില്ല ഞാൻ മൂപ്പര് വീട്ടിൽ പോയിട്ട് മദ്യപിക്കുന്നതുകൊണ്ട് മൂപ്പർക്ക് വല്ല വിഷമമുണ്ട് ഉണ്ടോന്നുള്ളത്. അങ്ങനെ രവിയേട്ടന് വല്ല വിഷമമുണ്ടോ? എന്റെ വീട്ടിലെല്ലാം ഉണ്ട്. ഇപ്പൊ ബ്രിട്ടാസ് വന്നാലും ബ്രിട്ടാസിന് ഇത് കഴിക്കണം എന്നുള്ളതാണെങ്കിൽ ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്നുള്ളൊരു സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് 1-2 മാക്സിമം ഒരു 3 പെഗ് അടിച്ച് 2 കാലിൽ നിന്ന് നാക്ക് കുഴയാതെ സംസാരിച്ച് ഓക്കെ സി യു ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ഓഫർ ചെയ്യും. നേരെ രണ്ടടിച്ചിട്ട് ഈ ഷോയുടെ ചില പ്രൊഡ്യൂസർമാരെ കൊണ്ട് വിടാം. പക്ഷെ അതല്ല ബ്രിട്ടാസ്, ഇത് ഇന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ കുപ്പി മുഴുവൻ മോന്തിക്കൊണ്ട് എന്നെ തെറിയും വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ഞാൻ ആ വീട്ടിൽ കയറ്റില്ല. പിന്നെ ഒരു കമ്പനി ഇഷ്ടമാണല്ലേ? കമ്പനി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പരദൂഷണം പറയുന്ന സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വരാറില്ല. ഞങ്ങൾ
ആഘോഷിക്കും കോമഡിയൊക്കെ പറഞ്ഞ്. അത് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നേരെ മറിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ മേജർ രവി ആ കോമഡിയിലൊന്നും ഇൻവോൾവ് ആവില്ല. ബിക്കോസ് ഐ എം സീരിയസ് ബിക്കോസ് ഐ ഡോണ്ട് നോ ദാറ്റ് പേഴ്സൺ. താങ്കൾ വീട്ടിലെത്തുമ്പോൾ താങ്കളുടെ മസിലൊക്കെ അയച്ചു വെക്കും. അയക്കാറില്ല. ഭാര്യയും മോന്റെ മുന്നിലൊക്കെ ആ മസിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെക്കും. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ പക്ഷെ അവിടെ ഈ ടൈറ്റാണ്. കാരണം അത് എന്റെ മോനും അറിയാം, എന്റെ വൈഫിനും അറിയാം. അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം. അങ്ങനെ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമാറ്റോഗ്രാഫി. അപ്പൊ താങ്കൾക്ക് ഉണ്ട് എന്ന് താങ്കൾ തിരിച്ചറിയുന്ന കുറവുകൾ പോലും മകൻ നികത്താൻ വേണ്ടി പഠിക്കട്ടെ എന്നാണ് താങ്കൾ വിചാരിച്ചത്. ഒബ്വിയസ്ലി. പക്ഷേ മേജറെ, സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹവും പരിസരവും അല്ലേ? അതായിരിക്കും. നിങ്ങൾ ഒരു സിനിമയും പഠിക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്തെടുത്തു. അപ്പോഴാണ് പ്രിയം പ്രിയം ചെയ്തിരുന്നെങ്കിൽ ശരിയാകില്ലായിരുന്നു എന്ന്. അത് മനസ്സോട്ട് പറഞ്ഞു തന്നെ ആയിരിക്കണം. അപ്പൊ സിനിമയെല്ലാം നമ്മുടെ മനസ്സിലല്ലേ? സിനിമ എന്നുള്ളത് ഇന്നത്തെ ഓഡിയൻസിലെ ചെറുപ്പക്കാരെ പലരിടത്തും ഞാൻ പറയുന്നു, ഇത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു വീക്ഷണമാണത്. നിങ്ങൾ ആദ്യം ഈ സിനിമ ഇതിനകത്ത് കാണണം. അതങ്ങനെ കണ്ടിട്ട് അതിനെ അനുസരിച്ച് എഴുതിക്കൊണ്ട് അത് കണ്ടു കഴിഞ്ഞ് മറ്റുള്ളവർ കാണുന്ന സമയത്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആദ്യം ഇവിടെ കാണണം. ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ യു ഷുഡ് നോട്ട്. സോ അതിനൊരു ടെക്നിക്കൽ നോളജ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടെക്നിക്കൽ സൈഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പലരുണ്ട്. എഡിറ്റ് ചെയ്യാൻ വേറെ ആളുണ്ട്, മ്യൂസിക് ചെയ്യാൻ വേറെ ആളുണ്ട്, ആക്ഷൻ ചെയ്യാൻ വേറെ ആളുണ്ട്. പക്ഷെ ടോട്ടാലിറ്റിയിൽ താങ്കളുടെ സെറ്റിൽ താങ്കളുടെ ഒപ്പം നിന്നിട്ടുണ്ട്. പിക്കറ്റ് 43-കകത്ത് ഈ പിതാക്കന്മാരുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രത്യേകിച്ച് താങ്കൾക്കും അങ്ങനെയായിരുന്നു. ഒരുപാട് അടി താങ്കൾ കിട്ടിയിട്ടുള്ളതാണല്ലോ. പക്ഷേ മോനെ ഫ്രണ്ട് ഈസ് മൈ ഫ്രണ്ട്. കാലഘട്ടം മാറി, പഴയ പോലെയല്ല, മാറിയിരിക്കുന്നു. കാരണം ഇന്ന് ഹി വിൽ ആസ്ക് മീ സർട്ടൻ തിങ്സ് ആൻഡ് ഹി വിൽ ഷൗട്ട് അറ്റ് മീ, പാപ്പ കം ഓൺ റിലാക്സ്. ഇത് പറയുന്ന സമയത്ത് ഐ അണ്ടർസ്റ്റാൻഡ് കറക്റ്റ് വാട്ട് ഈസ് ഹി സേയിങ് ഈസ് റൈറ്റ്. ഞാൻ അവൻ്റെ അടുത്ത് പലപ്പോഴും എടാ നിന്റെ ഈ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നതുകൊണ്ട് എൻ്റെ BMW ശരിയാവുന്നില്ല, ഇതിൻ്റെ പൈസ അങ്ങോട്ടിട്ടു, പാപ്പ യു ഡോണ്ട് സെൻഡ് മീ. ഞാൻ പറഞ്ഞു നോ യു ഗോ. എന്നിട്ട് അവൻ പറയും ഏയ് ഓൾഡ് മാൻ, ഇഫ് യു വാണ്ട് ടു ബൈ ദ കാർ യു ബൈ ഇറ്റ്. ദിസ് ഹൗ അവൻ ചിലപ്പോൾ സംസാരിക്കുക. കാരണം നമ്മൾ മക്കളെ വളർത്തുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് ഏറ്റവും വലിയ അഭിമാനിക്കാവുന്നത് റീസെൻ്റ്ലിയാണ് അവൻ പറഞ്ഞത്. ഞാൻ എപ്പോഴും അവൻ്റെ അടുത്ത് പറയായിരുന്നു, മാൻ സ്കൂളിലാണെങ്കിലും ശരി പഠിക്കുന്ന സമയത്ത് അത് റെസ്പെക്ട് ദ വുമൻ, ഓക്കെ, ദേ വിൽ റിയലി ലവ് യു. അല്ലാതെ അവരെ വെറുതെ ലൈൻ അടിക്കാൻ പോകുന്നതുകൊണ്ട് മാത്രം നിനക്ക് ആ ലവ് കിട്ടില്ല. സോ ഓൾവേസ് റെസ്പെക്ട് ദം. ഞാൻ ചോദിക്കും പറഞ്ഞാൽ വളർന്ന പ്രായത്തിൽ പലതും ഉണ്ടാകും ബ്രിട്ടാസ്, നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള. അപ്പൊ അതിന്റെ മുകളിൽ ആർഗ്യുമെന്റ് നല്ല കുട്ടി സംഭവിച്ചു. ഞാൻ പറഞ്ഞിട്ടുള്ളത് റെസ്പെക്ട് ദം, ദേ വിൽ റെസ്പെക്ട് യു. ആൻഡ് ഇപ്പൊ അവന്റെ കംപ്ലൈന്റ് ഇപ്പൊ 26 വയസ്സായി. ഞാൻ ചോദിച്ചു ഡോണ്ട് യു ഹാവ് എ ഗേൾ ഫ്രണ്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അവന്റെ പ്രശ്നം എന്താണ്, പപ്പ യു ഓൺലി ടോൾഡ് മീ ടു റെസ്പെക്ട് എവരിബഡി, നൗ എവരിബഡി ഈസ് റെസ്പെക്ടിങ് മീ ലൈക്ക് ബ്രദർ. അപ്പൊ അവന് അതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ നോ ദാറ്റ് യു ആർ ഹാപ്പി വിത്ത് ഐ ആം ഹാപ്പി വിത്ത് ഹിം. അവനടുത്ത് ഞാൻ ചോദിക്കും നിനക്ക് സിഗരറ്റ് വലിക്കണോ, എല്ലാം വേണമെങ്കിൽ നീ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. കള്ളുകുപ്പി ഇവിടെ ഇരിപ്പുണ്ട്, അത് നിനക്ക് വേണമെങ്കിൽ ഇവിടെ കുടിക്കും, നീ പുറത്ത് പോയിട്ട് ചെയ്യരുത്. അവന്റെ മദ്രാസിലാണ് അവൻ ജനിച്ചും വളർന്നതെല്ലാം. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗേൾ ഫ്രണ്ട്സിൻ്റെ എന്ന് പറയുന്ന ഗേൾസ് ആയിട്ടുള്ളവരുടെ എല്ലാവരുടെയും പേരൻസ് സാറ്റർഡേ ഇവനെ വിളിച്ച് ചോദിക്കും, അർജുൻ നീ പോറിയാ പാർട്ടിക്ക്? ബിക്കോസ് ദേ ആർ സോ കോൺഫിഡൻറ്റ് ദാറ്റ് ഇഫ് അർജുൻ ഈസ് ഗോയിങ് their daughters will be brought back protectively. അവരെല്ലാം പേരൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന സമയത്ത് വി ആർ പ്രൗഡ് ഓഫ്. നിങ്ങളുടെ അതേ സ്വഭാവം മാനി കിട്ടിയിരിക്കുന്നല്ലേ? I'm protected. No doubt about that. I protect people. ഞാൻ വളരെ നിഷ്കളങ്കമായി ചോദിച്ചാ, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ നിങ്ങളെ ആക്കിയതാണെന്ന് ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പ്രൊട്ടക്ടറാണ്. താങ്കൾ കമലഹാസന്റെ കൂടെ ഒരു ചെറിയൊരു പൊടിക്ക് അഭിനയിച്ചില്ലേ? ആക്ച്വലി കമൽ സാർ എന്നെ വിളിച്ചത് ആ പടത്തില് ആ കമാൻഡോ സീക്വൻസും ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പൊ പടം തുടങ്ങിയപ്പോഴാണ് കമൽ സാർ പറഞ്ഞു, മേജർ அந்த கிருஷ்ணமேனன் ക്യാരക്ടർ കൊണ്ട് നീங்க പണങ്ങാന്നത്. അങ്ങനെയാണ് ആ കൃഷ്ണമേനോൻ ക്യാരക്ടർ. അത് ത്രൂ ഔട്ട് പടത്തിലുണ്ട്. ഈ ആളവന്താൻ പടത്തിനകത്ത് അഭിനയിക്കേണ്ട വന്നില്ല. ഇല്ല, ഇറ്റ് വാസ് കമാൻഡോ റോൾ, നാച്ചുറൽ റോൾ. പക്ഷെ കമൽ സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറയുന്ന സമയത്ത് അന്നൊക്കെ സംതിങ് ബിഗ്. അപ്പൊ അവരുടെ മുന്നിലൊക്കെ നമ്മള് അന്നോടെ ഡയറക്ടർ അന്നൊന്നുമില്ലല്ലോ, പട്ടാളം വിട്ടു വന്ന സമയമായിരുന്നു. It's a little panic, but he used to make me very comfortable. പക്ഷേ ആ ഒരു ബന്ധം എപ്പോഴും താങ്കൾ നിലനിർത്തുന്നു. I maintain that, but I don't trouble him. But if I need something, I just send him a message. He responds. Otherwise, sir also sometimes വല്ലപ്പോഴും 2 വർഷം കഴിയുമ്പോഴേക്കും മേജർ இந்த மாதிரி ഒരു ഇത് இருக்கு, അത് கொஞ்சம் ഹെൽപ്പ് ആണ്. It's okay. That's all. Otherwise, he asked me to join him after this film. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ, എനിക്ക് ഡയറക്ഷനിൽ പോകണം, അതിനാണ്. So I want to go away. So he was not happy about it. He wanted me to join, be with him.
But I couldn't continue that. വരട്ടെ, ഇവിടെ എത്തിയപ്പോൾ താങ്കൾ വീണ്ടും ഒരു ആസല പട്ടാളക്കാരനായ. കാരണം ഇവിടെ ഈ ക്യാരക്ടറിന് ആക്ച്വൽ ലൈഫിൽ ദാറ്റ് ഈസ് ലെഫ്റ്റനന്റ് കാലിയയുടെയാണ്, സൗരവ് കാലിയ. ഈ കാലിയനെ അവർ കൊന്നിട്ട് കണ്ണും മൂക്കും എല്ലാം ചൂന്നെടുത്തിട്ടാണ് നമുക്ക് കുറെ കഴിഞ്ഞിട്ട് ഇവരുടെ ശരീരം കിട്ടിയിരിക്കുന്നത്. വളരെ ബ്രൂട്ടലായിട്ട്. ഇന്നും സൗരവ് കാലിയുടെ അച്ഛൻ ഡോക്ടർ കാലിയ സുപ്രീം കോടതിയിൽ കേസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് ആ ക്യാരക്ടറെ ഞാൻ അങ്ങനെ കാണിച്ചിരിക്കുന്നത്. ബിക്കോസ് അവരത്രയും ബ്രൂട്ടലായിരുന്നു അവിടെ. ആ കാർഗിൽ യുദ്ധത്തിനകത്ത് പാകിസ്ഥാനി പട്ടാളക്കാര് അതിനകത്ത് ഇഫ്സുൽ മുജാഹിദീൻ, അവരെ ലഷ്കർ തൊയ്ബ, ഇതെല്ലാം കൂടെ യൂണിഫോം ഇട്ടിട്ട് അവരെ പാകിസ്ഥാനി പട്ടാളം കൂടെ ചേർന്നിട്ടാണ് ഈ ബ്രൂട്ടാലിറ്റി കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബ്രൂട്ടാലിറ്റിയാണ് അവിടെ കാണിച്ചത്. അതേപോലെ തന്നെ ഞാൻ സിദ്ദിഖിന്റെ ക്യാരക്ടർ അവിടെ കാണിച്ചിട്ടുള്ള അപ്പുറത്ത്. കാരണം നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്തു അവരുടെ ശവശരീരത്തിനെ മുസ്ലിം റിച്വൽ പ്രകാരം നമ്മൾ ക്രിമേറ്റ് ചെയ്ത് സല്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് സിദ്ദിഖ് എന്നുള്ള ആ ക്യാരക്ടർ മുസ്ലിം ക്യാരക്ടറായിട്ട് അദ്ദേഹത്തെ കൊണ്ട് റിച്വൽസ് ചെയ്യിച്ചുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിടുന്ന മോഹൻലാൽ എന്ന് പറയുന്ന കേണൽ മഹാദേവനാണ്. അത് ഇന്ത്യന്റെ സംസ്കാരമാണ്. നമ്മൾ ഞങ്ങളുടെ ആ പട്ടാള സീരീസ് ഇങ്ങനെ തുടരുകയാണ്. വേറൊന്നും കൂടെ കാണിച്ചു തരാം. കണ്ടാർ അമിതാഭിനെ കൊണ്ടുവന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു USP ആയിട്ട് ആൾക്കാർ കണ്ടത്. എങ്ങനെ സാധിച്ചു? ഒന്നുമില്ല, അമിത്ജിയായിട്ട് എനിക്ക് ഇങ്ങനെ എഴുതിയപ്പം ഈ ക്യാരക്ടർ അമിത്ജി ചെയ്താൽ നന്നായിരിക്കും. അപ്പം ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ലാൽ സാർ നമുക്ക് ആ റോളിന്. അങ്ങനെയാണ് അന്നിവിടെ ലീമറിഡിയനിൽ ഒരു ഫംഗ്ഷൻ നടന്ന് അമിത്ജി വരാനും ലാൽ സാർ അത് പറയലും എന്നെ വിളിക്കലും അവിടെ വെച്ച് തന്നെ റൂമിൽ വെച്ച് കഥ പറയലും. അന്ന് റസൂൽ പൂക്കുട്ടിയുണ്ട്. അപ്പൊ പൂക്കുട്ടിയും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ പൂക്കുട്ടി വളരെ ക്ലോസ് ആയിട്ട് അമിത്ജിയുടെ കൂടെ ഉണ്ട്. അപ്പൊ റസൂലിന്റെ പറഞ്ഞു ബാജ നോ പ്രോബ്ലം വിൽ ഹാൻഡിൽ ഇറ്റ് എന്ന്. അങ്ങനെ കഥ പറയുന്നു. അമിത്ജി പറഞ്ഞു ഓക്കെ ഐ എം ഡൂയിങ് ഇറ്റ് എന്ന് വിത്തിൻ നോ ടൈം. എന്നിട്ട് പിന്നെ ഏറ്റവും അധികം മാഗ്നാനിമിറ്റി ഓഫ് അമിത്ജിയുടെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആ സിനിമയ്ക്കകത്ത് ഞങ്ങളുടെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് അമിത്ജിക്ക് കൊടുക്കാൻ വേണ്ടി 3 ദിവസത്തിന് വേണ്ടി 50 ലക്ഷം രൂപയായിരുന്നു മനസ്സിൽ വെച്ചിരുന്നത്. അത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വിഷുവിൻ്റെ അന്ന് ഞാനും മോഹൻലാലും സുനിൽ ചന്ദ്രിക നായരും പ്രൊഡ്യൂസറും കൂടെ അമിത്ജിയുടെ വീട്ടിൽ പോയി ബോംബെയിൽ. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ചെക്ക് വാങ്ങിച്ചിട്ട് ഞാൻ അമിത്ജിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു അമിത്ജി എ സ്മോൾ ടോക്കൺ എന്ന് ഞങ്ങളുടെ മലയാളം വിഷു 1-ാം തീയതിയാണ് അതുകൊണ്ടാണെന്ന്. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു വാട്ട് ഈസ് ഇറ്റ് എന്ന്. ഞാൻ പറഞ്ഞു സ്മോൾ മണി ദിസ് ഓൾ വാട്ട് വി ക്യാൻ അഫോർഡ് ആസ് യുവർ റിമൺട്രേഷൻ. അദ്ദേഹം പറഞ്ഞു for 3 days I don't take any money and all this thing for this. I like this man, I love to act with him. മോഹൻലാലിനെ ചൂണ്ടിക്കൊള്ളു. അതിന് പൈസ ഒന്നും വേണ്ട. ആൻഡ് ഹി ഡിഡ്ന്റ് ടേക്ക് മണി. അതും കൂടാതെ നമ്മളെ ഏറ്റവും അധികം അമ്പരിപ്പിച്ചത് ഷൂട്ടിങ്ങിന് വന്നിട്ട് 3 ദിവസത്തിന്റെ ഇവരുടെ ബാറ്റ ഇതെല്ലാം കൂടെ ബില്ലും കൂടെ ചേർത്തിട്ട് ഒരു 3 ലക്ഷം രൂപ മറ്റായിരുന്നു. അത് അദ്ദേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സമ്മതിച്ചില്ല. അവസാനം ഞാൻ കാല് പിടിച്ച് പറഞ്ഞു നാണം കെടുത്തരുത് ഞങ്ങളുടെ അടുത്ത്, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഞങ്ങൾ ഹോട്ടൽ ബില്ലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് അമിത്ജി എന്നുള്ളത്. അദ്ദേഹം നോക്കുമ്പോൾ ഈ മലയാള സിനിമ എന്ന് പറഞ്ഞ അപ്പാവികളാണ്. പക്ഷെ എങ്കിലും അതിനുള്ള മനസ്സ് വേണ്ട വിട്ടാസ്. ഈ നന്മകളൊക്കെ താങ്കൾക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു സിനിമ ഇവിടെ ചെയ്ത സമയത്ത് എന്നെ ഇവിടുത്തെ ഒരു ഡയറക്ടറും അതിൻ്റെ ആർട്ടിസ്റ്റും കൂടെ വിളിച്ചിട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനൊരു റോളുണ്ട് എന്നുള്ളത്. അപ്പം ഞാനന്ന് ബോംബെയിലാണ്. ഞാൻ വന്നു, ആക്ട് ചെയ്തു. പോകുമ്പോൾ ഈ 2 പേരും കൂടെ തീരുമാനിക്കുകയാണ് എന്ത് റെമൺട്രേഷൻ ഇങ്ങനെ കൊടുക്കണം. അപ്പം ഞാൻ 2 പേരെയും വിളിച്ചു, ഞാൻ പോവാണ് കേട്ടോ, നിങ്ങളിപ്പോൾ അവിടെ ഡിസ്കഷൻ നടക്കുന്നത് നടത്തിക്കോ. അപ്പോൾ പറഞ്ഞ് ഇല്ല സാർ ഞങ്ങൾ വരാം. നോ, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് എന്ത് കാശ് തരണം എന്നുള്ളതായിരിക്കും. നിങ്ങൾ ഞാൻ 4-ാം എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ബോംബെയിലാണ്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അതിന് ഞാൻ റെക്കമെൻഡേഷൻ വാങ്ങിക്കില്ല. ഐ ജസ്റ്റ് വാക്ക് ഓഫ്. അപ്പം ഞാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വല്ല ഹെൽപ്പ് ഇതുപോലെ ചോദിക്കുമ്പോൾ ചെയ്തു കൊടുത്തിട്ട് അതിന് പ്രതിഫലം ചോദിക്കരുത് കേട്ടോ, പ്ലീസ്. ഇതിന്റെ പ്രതിഫലം അതായിട്ട് ചെയ്താൽ മതി. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമുക്ക് ഇത് ഒരു ചെയിൻ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. മേജർ എനിക്ക് തോന്നുന്നു ഒരു മഹാനടന്റെ മകനെ നിങ്ങളൊരു അഭിനയത്തിലേക്ക് പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ അവൻ കൊതറി മാറി. പ്രണവിനെ നിങ്ങൾ ഒരു സിനിമയിൽ കൊണ്ടുവന്നു, പക്ഷെ പിന്നീട് അവൻ അഭിനയത്തിന്റെ മേഖലയല്ല, സംവിധാനത്തിന്റെ മേഖലയാണ്. അല്ല, ഈവൻ ഹീസ് നോട്ട് ഇൻ സംവിധാനം, ഹീസ് ഇൻ ഡിഫറെന്റ് ട്രിപ്പ്. കാരണം അവൻ ജേർണലിസം, അവൻ എഴുതണം, അവൻ ലോകം കാണണം, അവൻ യാത്ര ചെയ്യണം, ആളുകളുടെ അടുത്ത്, സാധാരണക്കാരൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെങ്ങനെ നോക്കും. ഹൗ ഡസ് ഹി ടോക്ക്, ഹീസ് ഒബ്സർവിങ്.
he'll be a great actor, no doubt about it. But ഞാൻ എപ്പോഴും ചോദിച്ചു, അപ്പോൾ നീ ഒന്ന് അഭിനയത്തിൻ്റെ ഒരു പ്രാവശ്യം ഒരു കഥ അങ്കിൾ ഐ വോണ്ട് ടു ട്രാവൽ അഗെയിൻ. ഇതാണ് ഹിസ് മൂഡ്. അവനിപ്പം ഹീസ് ഓൾസോ 26 now. He was studying with my son. അവരെല്ലാം ഈക്വൽ പ്രായക്കാരാണ്. അപ്പം ആ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവൻ ഒരാളത് പൈസ വാങ്ങിക്കാല്ല. മോഹൻലാലിന്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അവൻ ബസ്സിലുള്ള കൂലി കൊണ്ടേ പോകുള്ളൂ. അതൊക്കെ എനിക്കറിയാം. ബസ്, ടെന്റ്, അതൊക്കെ എനിക്കറിയാം. ഇതാണ്. അപ്പം വി ആർ മിസ്സിംഗ് ആൻ ആക്ടർ. ഒരു യൂത്ത് ആക്ടറെ നമ്മൾ അപ്പോൾ കൂടെ മിസ് ചെയ്യുന്നുണ്ട്. അതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹീൽ ബി മലയാള സിനിമയ്ക്ക്. താങ്കൾക്ക് അവൻ അഭിനയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഉണ്ട്. അവൻ വന്നാൽ താങ്കളുടെ അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ട്. എനിക്കുണ്ട്. എപ്പോഴാണെങ്കിലും. സോ വെനെവർ ഹി സേസ് എസ്, ലാലൊന്നും പറയൂല. ലാലിന്റെ എന്ന് പറഞ്ഞാൽ രീതി വെച്ചിട്ട് അവന്റെ ഇഷ്ടം. കറക്റ്റ്. അത് നമ്മൾ ഏത് അച്ഛന്മാരും നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യണം. അതിന്റെ അർത്ഥം അതല്ല അവരെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിപ്പിക്കുന്നത്. ലെറ്റ് ദം ലീവ് ദ വേ ഹി വാണ്ട്സ്. എൻ്റെ മോൻ്റെ അടുത്ത് ഡയറക്ഷൻ വരാൻ വേണ്ടി പലരും പറഞ്ഞു, അച്ഛനില്ലടാ അതിന്റെ കൂടുതലും നിന്നോന്ന്. ഹീസ് ഓൺ ടു ക്യാമറ. അപ്പൊ ക്യാമറ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോമോന്റെ കൂടെ 2 പടം അസിസ്റ്റ് ചെയ്തു, തിരുവിനെ അസിസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അവൻ ബോംബെയിലൊക്കെ പോയി കറങ്ങിയപ്പോൾ സന്തോഷം പറഞ്ഞു, കാരണം അവനൊന്ന് ന്യൂയോർക്ക് ഫിലിം അക്കാഡമി പോയിട്ടൊരു 6 മാസം ചെയ്തിട്ട് വരട്ടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷ് പോയിക്കോട്ടെ എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 6 മാസം എന്തിനും 1 കൊല്ലാക്കിയ. അങ്ങനെ 1 കൊല്ലത്ത് ഫീസും കൊടുത്തങ്ങ് വിട്ടിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് ഗോ ദർ. അവൻ തന്നെ വിസ റെഡിയാക്കി, അവനെല്ലാം ശരിയാക്കി. ഇൻഡിപെൻഡന്റ്. ഹീസ് ഇൻഡിപെൻഡന്റ്. അവന് വേണം എന്ത് ചെയ്യാം. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തെ കുറിച്ച് മനനം ചെയ്യില്ലേ നമ്മൾ ചില മുഹൂർത്തങ്ങളിലെങ്കിലും നമ്മുടെ ഒരു ആത്മവിലയിരുത്തൽ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? നിങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മേജർ രവിക്ക് സ്വഭാവത്തിൽ, ജീവിതത്തിൽ, താങ്കളുടെ ഭൂതകാലത്തിൽ പറ്റിപ്പോയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബറേഷൻ, വ്യതിയാനം, 1, 2, 3 വീഴ്ചകൾ, അല്ലെങ്കിൽ മാറ്റേണ്ട ഒരു തകരാറുകൾ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിൽ വരുന്നത്? നമ്പർ 1, I was not attached to my family. വൈഫ്, സൺ എന്നുള്ളതെല്ലാം എൻ്റെ തുടക്കത്തിൽ പറ്റിയിട്ടുള്ള ഒരു പാഴ്ചയാണ്. പക്ഷെ ആ പാഴ്ചയ്ക്ക് ഒരു സൈഡ് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പാഴ്ച പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായി അവരോട് നീതി ചെയ്തിട്ടില്ല. ഇപ്പുറത്ത് ആസ് എ പെട്രിയോട്ടിക് സോൾജർ I did my job properly. പക്ഷെ in the bargain here I failed as a father and a husband. അത് പക്ഷേ ഇനി എങ്ങനെയത് ആ ഒരു വീഴ്ച പരിഹരിക്കുന്ന പറഞ്ഞാൽ ഇപ്പൊ 27-28 വർഷമായി. സ്ലോലി came to close. പക്ഷേ അന്നത്തെ തുടക്കത്തിലുള്ള ആ കമാൻഡോ ലൈഫിന്റെ 3 വർഷം എന്ന് പറയുന്നത് ഞാൻ ഫാമിലിയെ കുറച്ചും കൂടി വേണമെങ്കിൽ കെയർ ചെയ്യാമായിരുന്നു. പിന്നെ എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് പാഴ്ച പറ്റി എന്ന് പറയുന്നതായിട്ട് I don't think anything that badly. മേജർ ഒന്നും സംഭവിച്ചിട്ടില്ല. മേജർ ആയിട്ടൊന്നും മൈനർ സംഭവിച്ചിട്ടുള്ളൂ. മൈനർ പറഞ്ഞു ബിക്കോസ് ഇറ്റ് ഓൾ ഹാപ്പൻസ് ആൻഡ് ഇറ്റ് ജസ്റ്റ് ഗോസ് ഓഫ്. പക്ഷെ എവിടെയോ എന്തെങ്കിലും എനിക്ക് കുറ്റബോധം തോന്നത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I don't think Britas have done anything wrong. If ഞാൻ എന്തെങ്കിലും എൻ്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ബ്രിട്ടാസിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, within 5 minutes I'll call you back. I'm sorry ബ്രിട്ടാസ്, ഞാനത് തെറ്റിയതാ. അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആണ് ജീവിതത്തിൽ ആലോചിച്ചത്. എനിക്കത് ആവശ്യമില്ല. എന്തൊരു വൈ ഷുഡ് ഐ ബി ഡിപ്ലോമാറ്റിക്? ഞാൻ തെറ്റ് ചെയ്ത് ബ്രിട്ടാസിനെ വേദനിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വിചാരിക്കും എന്തിനാ ഞാൻ